താങ്ക് യു. എല്ലാവരും പുതുവർഷത്തിന്റെ ആ ഒരു രാവിലാണെന്നറിയാം. പ്രധാനമായും ചെറിയൊരു പോയിന്റാണ് നമ്മൾ സംസാരിക്കുന്നത്, വളരെ ബേസിക് ആയിട്ടുള്ള. കാരണം ഞാൻ കഴിഞ്ഞ എൻ്റെ ഒന്ന് രണ്ട് വീഡിയോസിലായാലും അല്ലെങ്കിൽ തന്നെ വളരെ എൻ്റെ ഈ ഗ്രൂപ്പിന്റെ ഒരു അഡ്മിൻസിന് ഒരു മെസ്സേജ് തന്നു കഴിഞ്ഞ ദിവസം. ഞാൻ ചെറുതായിട്ടൊന്ന് വായിക്കാം. അത് എനിക്ക് ഈ ഗ്രൂപ്പിൽ തന്നെ ഉള്ള ഒരു സുഹൃത്തിന്റെ ഒരു മെസ്സേജാണ്. അത് മനസ്സിലാക്കുന്നത്, നമ്മൾ ഈ ഒരു ലോ ഓഫ് അട്രാക്ഷൻ ആയാലും സ്പിരിച്വാലിറ്റി ആയാലും ഒരു നല്ലൊരു ശതമാനം ആളുകൾക്ക് ഇതുവരെയും ആഴത്തിൽ അതിൻ്റെ ഒരു ബേസ് മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പം ഞാൻ കരുതിയത് ഞാൻ ഒട്ടനവധി വീഡിയോസ് ഈ ഒരു സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ബേസിക് ആയിട്ടുള്ള വീഡിയോസ് വളരെ ഉദാഹരണ സഹിതം നമ്മൾ എൻ്റെ ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ട്, വളരെ സിമ്പിളായിട്ട്. അതുപോലെ തന്നെ പ്ലേലിസ്റ്റ് ഒക്കെ ഇട്ട് വളരെ സിമ്പിളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാൻ കരുതിയത് എല്ലാവർക്കും അത് ഉൾക്കൊള്ളുവാനും നല്ല രീതിയിൽ മനസ്സിലാക്കുവാനും കഴിഞ്ഞു എന്നുള്ളതാണ്. ആ രീതിയിലുള്ള മെസ്സേജുകളാണ് ഒട്ടനവധി എനിക്ക് ലഭിച്ചിട്ടുള്ളത്. എന്നാൽ ഇപ്പം മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നല്ലൊരു ശതമാനം ആളുകൾക്കും അതില് ഈ ഒരു പോയിന്റ് ഇതുവരെ കൃത്യമായിട്ട് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത് കഴിഞ്ഞ ദിവസം ഒന്നൊരു മെസ്സേജാണിത്. ഒരു പെൺകുട്ടിയാണെന്ന് തോന്നുന്നത്. ഇങ്ങനെയാണ് അയച്ചിരിക്കുന്നത്: എൻ്റെ ലൈഫിൽ ഒരുപാട് നെഗറ്റീവ് ആളുകളുണ്ട്, അവോയ്ഡ് ചെയ്യാൻ ശ്രമിച്ചിട്ട് മാറുന്നില്ല. അതുപോലെ തന്നെ ലൈഫിൽ ഒന്നും ശരിയായി വരുന്നില്ല. ഒന്ന് ഹാപ്പി ആയിട്ട് വരുമ്പോൾ വളരെ ഈ പോസിറ്റിവിറ്റി എല്ലാം ലോസായി പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെയാണ് ക്യാഷും കാര്യമായിട്ട് വരുന്നില്ല, ജോലി ശരിയാകുന്നില്ല. മൊത്തത്തിലൊരു നെഗറ്റീവായ ഒരു സാഹചര്യത്തിലൂടെയാണ് ആ കുട്ടി കടന്നു പോകുന്നതെന്നാണ് ആ മെസ്സേജ് മനസ്സിലാക്കുന്നത്. ഇനി ഞാൻ മനസ്സിലാക്കുന്ന, കുട്ടി കുറച്ച് നാളുകൊണ്ട് എൻ്റെ ആയാലും മറ്റ് ചാനലുകളായാലും ഒരു സബ്ജക്റ്റ് ഫോളോ ചെയ്യുന്നതാണ്. ഈ സബ്ജക്റ്റ് കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ടും ഇതിന്റെ യഥാർത്ഥത്തിലുള്ള സത്ത ഒരു നല്ല വിഭാഗം ആളുകൾക്ക് ഇതുവരെ അങ്ങോട്ട് പൂർണ്ണമായിട്ടും മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇത്തരം മെസ്സേജുകളിൽ നിന്നും മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ ഈ ചാനലിൽ വരുന്ന കമന്റുകളിൽ നിന്നായാലും ശരി തന്നെ, അതുപോലെ വളരെ ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങൾ ആണ് പലപ്പോഴും വരാറുള്ളത്. അപ്പോ നമുക്ക് അത് ഒന്ന് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി അതിൽ നിന്നൊരു മുന്നേറ്റ ഒരു 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 സ്റ്റെപ്പ് മുകളിലോട്ട് കയറുക എന്നുള്ളതാണ്. അതിനൊരു തുടക്കം എന്നുള്ള രീതിയിലാണ് നമുക്ക് ഇന്നത്തെ ഒരു ക്ലാസ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ളത്. നമ്മൾ എപ്പോഴും ഈ സ്പിരിച്വാലിറ്റി, ലോ ഓഫ് അട്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒട്ടനവധി സാങ്കേതികമായ വാക്കുകൾ, ഈ ലോ ഓഫ് അട്രാക്ഷൻ ആയാലും വൈബ്രേഷൻ ആയാലും, ലോ ഓഫ് വൈബ്രേഷൻ, എനർജി, ഫ്രീക്വൻസി, കോൺഷ്യസ്നെസ്, അങ്ങനെയൊക്കെയുള്ള വാക്കുകൾ ഒട്ടനവധി നമ്മൾ കേൾക്കുന്നതാണ്. ഞാൻ തന്നെ ഒരുപാട് വീഡിയോകൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു ധാരണ എന്ന് പറഞ്ഞാൽ, ഞാൻ ഒട്ടനവധി ബേസിക് ആയിട്ടുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ടല്ലോ. എൻ്റെ ചാനൽ ഫോളോ ചെയ്യുന്ന സുഹൃത്തുക്കൾ അതെല്ലാം കണ്ട് മനസ്സിലാക്കി ഇനി അവർക്ക് അതൊന്നും കൊടുത്താൽ പോരാ, കുറച്ചുകൂടി ഹയർ ലെവലിലുള്ള കൊടുക്കണം എന്നുള്ള ഒരു ധാരണയാണ് എനിക്കുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും കുറച്ചുകൂടി ഹയർ ലെവലുള്ള അത്തരം സബ്ജക്റ്റുകൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നത്. പക്ഷെ ഇത്തരം മെസ്സേജുകൾ കാണുമ്പോൾ മനസ്സിലാവുന്നത്, ഇനിയും ഒരുപാട് താഴോട്ട് ഇറങ്ങി നമ്മൾ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്ന കാര്യങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ നമ്മുടെ ഒന്ന് രണ്ട് മീറ്റിങ്ങിൽ വന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആയാലും അതിനാണ് എന്നെ മനസ്സിലാക്കിക്കുന്ന പ്രധാന കാര്യം. ഇവിടെ മനസ്സിലാക്കാനുള്ളത്, നമ്മൾ ഈ ലോ ഓഫ് അട്രാക്ഷനും ലോ ഓഫ് വൈബ്രേഷൻ, കോൺഷ്യസ്നെസ്, അങ്ങനെയുള്ള സാങ്കേതിക പദങ്ങളെല്ലാം, സുബീഷ ഒന്ന് മ്യൂട്ട് ചെയ്യണേ, സാങ്കേതിക പദങ്ങളെല്ലാം നമുക്ക് തൽക്കാലം വിടാം. നമുക്ക് ഇവിടെ നമ്മളെല്ലാം വ്യത്യസ്തരായ മനുഷ്യരാണ്. ഒറ്റ പോയിന്റ് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഓരോ മനുഷ്യനും കാന്തങ്ങളാണ്. ഓരോ മനുഷ്യനും കാന്തശക്തി ഉണ്ട് എന്നുള്ള ഒരു ബേസിക് പോയിന്റാണ് നമ്മൾ ഈ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം മനസ്സിലാക്കണം. ഒരു തരത്തിലുള്ള സാങ്കേതികതയും നമുക്കിവിടെ വേണ്ട. നമുക്ക് വേണ്ടത്
ഈ ഒരു പോയിന്റ് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ലൈഫിൽ ഒരു ഒരു മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ ശരി തന്നെ എല്ലാവർക്കും കാന്തശക്തി ഉണ്ട്, ഒരു സംശയം വേണ്ട. ഈ ലോകത്തിലുള്ള സകല വസ്തുക്കൾക്കും ഒരു ആകർഷണ സ്വഭാവമുണ്ട്, ഒരു ആകർഷണ ശക്തി ഉണ്ട് എന്നുള്ള കാര്യം മാത്രം നമ്മൾ വിശ്വസിച്ചാൽ മതി. ആകർഷണ ശക്തി ഉണ്ട് എന്നുള്ള കാര്യം മാത്രം നമ്മൾ വിശ്വസിച്ചാൽ മതി. അഡ്മിൻ സാറ് ഈ കോസ്റ്റുകളൊന്ന് മ്യൂട്ട് ചെയ്യണേ, നമ്മൾ വരുന്നവർക്ക് അവർക്ക് അറിയില്ല, ജസ്റ്റ് കേരള ശബ്ദം. അപ്പോ മനസ്സിലാക്കാനുള്ളത് കാന്തശക്തി ഉണ്ട് എന്നുള്ളതാണ്. അപ്പോ ഈ കാന്തശക്തി ഓരോ മനുഷ്യരിലും വ്യത്യസ്തമായിരിക്കും ഓരോ മനുഷ്യരിലും. എല്ലാ ഈ ഭൂമിയിലുള്ള ഈ പ്രപഞ്ചത്തിലുള്ള സകല പദാർത്ഥങ്ങൾക്കും ആകർഷണ ശക്തിയുണ്ട്. മനുഷ്യർക്കും ആകർഷണ ശക്തിയുണ്ട്. മനസ്സിലാക്കാനുള്ളത് ഓരോ മനുഷ്യർക്കും വ്യത്യസ്തമായ ആകർഷണ ശക്തിയാണ് ഉള്ളത്. ഓരോ മനുഷ്യർക്കും വ്യത്യസ്തമായ ആകർഷണ ശക്തിയാണ് ഉള്ളത്. ഈ ആകർഷണ ശക്തിയുടെ വ്യത്യാസത്തിനനുസരിച്ച് ആയിരിക്കും ഓരോ മനുഷ്യരുടെയും ജീവിതം നിലവിലുള്ളത്. അതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. നമ്മുടെ ജീവിതത്തിൽ നിലവിൽ ഏത് രീതിയിലുള്ള സാഹചര്യമാണോ ഉള്ളത്, അത് മനുഷ്യനെന്നുള്ള നിലയിൽ നമ്മൾ തന്നെ നമ്മുടെ ഉള്ളിലെ കാന്തശക്തി കൊണ്ട്, മാഗ്നറ്റിക് പവർ കൊണ്ട് അട്രാക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് എന്നുള്ളതാണ് നമ്മൾ ഈ പോയിന്റിൽ ഈ ഒരു സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും അടിസ്ഥാനപരമായി മനസ്സിലാക്കുവാനുള്ള വസ്തുത. ഇപ്പൊ ഈ പറഞ്ഞ മെസ്സേജ് അയച്ച കുട്ടിയായാലും നമ്മൾ നിലവിൽ ഈ ഒരു ഗ്രൂപ്പിൽ ജോലി എന്തെങ്കിലുമൊക്കെ ചെറിയ വിഷയങ്ങൾ ഉണ്ടാകുമല്ലോ. ഈ വിഷയങ്ങൾ എല്ലാവർക്കും ഉള്ള ജീവിതത്തിലും ഉള്ള ചെറുതും വലുതുമായ നെഗറ്റീവായോ പോസിറ്റീവായോ ഉള്ള സബ്ജക്റ്റുകളെല്ലാം തന്നെ നമ്മുടെ ആ കാന്തശക്തി കൊണ്ട് സ്വയം ആകർഷിച്ച് സൃഷ്ടിച്ച് വെച്ചിരിക്കുന്നതാണ്. ഓരോ വ്യക്തിയുടെയും കാന്തശക്തിയുടെ വേരിയേഷൻ അനുസരിച്ച് അവരുടെ ജീവിത സാഹചര്യങ്ങളും വ്യത്യാസപ്പെടും. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ മറ്റ് മനുഷ്യർക്ക്, അതായത് പ്രപഞ്ചത്തിലെ മറ്റു വസ്തുക്കളെ അപേക്ഷിച്ച് മനുഷ്യർക്കുള്ള ഏറ്റവും വലിയ ഒരു ഗുണവും ഒരു അനുഗ്രഹവും എന്ന് പറഞ്ഞാൽ, മനുഷ്യർക്ക് അവരുടെ ഈ കാന്തശക്തിയെ സ്വയം വർദ്ധിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ്. ഓർമ്മിക്കുക, സ്വയം വർദ്ധിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ്. മനുഷ്യർക്ക് എല്ലാവർക്കും അവരുടെ സ്വന്തം കാന്തശക്തിയെ വർദ്ധിപ്പിച്ചുകൊണ്ട് സ്വന്തം ജീവിതത്തിൻ്റെ നിലവിലുള്ള അവസ്ഥയെ മെച്ചപ്പെടുത്തി ഡെവലപ്പ് ചെയ്ത് എടുക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുവാനുള്ള പരമപ്രധാനമായ പോയിന്റ്. ഇവിടെ ഈ കുട്ടിയുടെ ഈ ഒരു ജീവിതത്തിന്റെ പല മേഖലകളിലുമുള്ള, അതായത് ജോലി അങ്ങോട്ട് ശരിയാകുന്നില്ല, പണം വരുന്നില്ല, ചുറ്റുവട്ടമുള്ള ആളുകൾ മുഴുവൻ നെഗറ്റീവാണ്, മൊത്തത്തിലൊരു നെഗറ്റീവായ സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ കാന്തികമായ ശക്തി എന്നാൽ വളരെ താഴെ ആയത് കൊണ്ട് ആണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. ആ കുട്ടി വിചാരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ മാഗ്നറ്റിക് പവർ വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ പറഞ്ഞിട്ടുള്ള ലിസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ സബ്ജക്റ്റിനും മാറ്റം കൊണ്ടുവരുവാനും ഉയർച്ച കൊണ്ടുവരുവാനും സാധിക്കും എന്നുള്ളതാണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പൊ ഇതിനു വേണ്ടിയാണ്
നമ്മൾ പരിശ്രമിക്കാറുള്ളത്. ഇതിനു വേണ്ടിയാണ് സത്യത്തിൽ ഈ ഒരു സബ്ജക്റ്റ് ഉള്ളത്, അല്ലാതെ വേറെ ഒന്നിനുമല്ല. അതായത് ഒരു മനുഷ്യൻ വിചാരിച്ചാൽ അവന്റെ ഉള്ളിലെ കാന്തശക്തി, ഈ കാന്തശക്തി എവിടെ നിന്നാണ് വരുന്നതെന്നറിയാമോ? നമ്മൾ പലരും കരുതുന്നത് ഇത് പുറമേ ഉള്ള ഒരു ശക്തി നമുക്ക് നൽകുന്നതാണ് എന്നുള്ളതാണ്. അങ്ങനെയാണ് ലോകത്തിൽ പൊതുവേ ഉള്ളൊരു വിശ്വാസം. എന്നാൽ അല്ല, ആ ശക്തി ഉള്ളത് നമ്മുടെ എല്ലാം ഉള്ളിൽ തന്നെയാണ്. നമ്മുടെ ആത്മാ അംശത്തിലാണ് ആ ശക്തി ഉള്ളത്. ആത്മാ എല്ലാത്തിനും ബ്രഹ്മാംശം എന്ന് പറയും. നമ്മുടെ ബ്രഹ്മമായ ശക്തിയാണ്. അത് എല്ലാവരുടെയും ഉള്ളിൽ തന്നെയാണ് ആ ശക്തി ഉള്ളത്. ഈ ശക്തി ഓരോ മനുഷ്യനിലും എത്രത്തോളം വെളിപ്പെടുന്നോ, സ്വയം വെളിപ്പെടുന്നോ, അതിനനുസരിച്ച് ആ മനുഷ്യന്റെ ഈ മാഗ്നറ്റിക് പവർ അഥവാ കാന്തശക്തി വർദ്ധിക്കും, അതിന്റെ പവർ കൂടും എന്നുള്ളതാണ്. ഈ മാഗ്നറ്റിക് പവർ കൂടുന്നതിനനുസരിച്ചാണ് ഓരോ മനുഷ്യന്റെയും ജീവിതം വ്യത്യാസപ്പെട്ട് ഇരിക്കുന്നത്. ഐഡിയ കിട്ടുന്നുണ്ടല്ലോ? ഇതാണ് പ്രധാനപ്പെട്ട പോയിന്റ്. അപ്പോ നമുക്ക് എന്തുകൊണ്ടായിരിക്കും ഈ ആളുകളിൽ ഈ ഒരു കാന്ത ശക്തി വ്യത്യാസപ്പെടുന്നത്? നമ്മൾ പറഞ്ഞു, ഓരോ മനുഷ്യരിലും അവന്റെ ഉള്ളിലെ കാന്തികമായ ശക്തി വ്യത്യാസപ്പെട്ടിരിക്കും. ആ വ്യത്യാസമാണ് അവന്റെ ലൈഫിനെ വ്യത്യാസപ്പെടുത്തുന്നത്. ഓരോ മനുഷ്യരുടെയും ജീവിതത്തെ വ്യത്യാസപ്പെടുത്തുന്നു. അവന് നല്ല ബന്ധങ്ങളില്ലാത്തത്, സാമ്പത്തികമായ ഒരു ഉയർച്ച ഉണ്ടാകാൻ പറ്റാത്തത്, ജോലിയിൽ ഉയർച്ച ഉണ്ടാകാൻ പറ്റാത്തത്, ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ, എല്ലാത്തിൻ്റെയും പ്രധാനപ്പെട്ട കാരണം അവന്റെ ഉള്ളിലെ കാന്തശക്തിയുടെ കുറവാണ്. ഈ കുറവല്ല സത്യത്തിൽ, ആ കാന്തശക്തി അതായത് ഉള്ളിൽ നിന്ന് വെളിവാക്കുന്നതിൽ വരുന്ന വ്യത്യാസമാണ്. അപ്പോൾ എന്തായിരിക്കും ആ ഒരു ശക്തിയെ ഉള്ളിൽ നിന്ന് വെളിവാകുവാൻ കഴിയാത്ത വിധം തടയുന്നത്? എന്തായിരിക്കും ആ ശക്തിയെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരുവാൻ, അല്ലെങ്കിൽ അവനെ ആ കാന്തശക്തി, മാഗ്നറ്റിക് പവർ സ്വയം എക്സ്പീരിയൻസ് ചെയ്യുവാൻ കഴിയാത്ത വിധം തടയുന്നു? ഇവിടെയാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ആണ് അതിനൊരു പ്രധാനമായ കാരണമായി വരുന്നത്. ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ ചെറുപ്പകാലം മുതൽ തന്നെ, അല്ലെങ്കിൽ ജനിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ചിലപ്പോൾ ചില മുൻ തലമുറകളുടെ തന്നെ ചില പാറ്റേണുകൾ, ചില മുറിവുകൾ, ചില പോറലുകൾ നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ ചിലപ്പോൾ നമ്മുടെ സബ് കോൺഷ്യസിൽ പതിഞ്ഞിട്ടുണ്ടാകാം. നമ്മൾ ജനിക്കുന്ന സമയത്തും നമ്മൾ ജനിച്ച് കുഞ്ഞായിരുന്നപ്പോൾ മുതൽ ലഭിച്ചിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ വളർന്നു വരുന്ന കാലഘട്ടത്തിൽ മുഴുവൻ, ഈ കാലഘട്ടത്തിൽ കൂടി നമ്മൾ കടന്നു വന്നപ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിരവധിയായ ചുറ്റുവട്ടത്തു നിന്ന് ലഭിച്ച പാടുകൾ, അല്ലെങ്കിൽ ഇംപ്രിന്റുകൾ, അല്ലെങ്കിൽ അതുപോലുള്ള ചില മുറിവുകൾ, അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ പതിയുകയും അത് വലിയ ഒരു നിഴലായി നമ്മുടെ ഉള്ളിലെ ശക്തിയെ, ആ കാന്തികമായ ശക്തിയെ പുറത്തോട്ട് കൊണ്ടുവരുവാൻ, പുറത്തോട്ട് എടുക്കുവാൻ കഴിയാത്ത വിധം തടയുന്നത് കൊണ്ടാണ് ഓരോ മനുഷ്യനും അവന്റെ മാഗ്നറ്റിക് പവർ, അല്ലെങ്കിൽ കാന്തികമായ ശക്തി നഷ്ടപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ കുറഞ്ഞുകൊണ്ട് ഇതുപോലെ ജീവിതത്തിൽ ഇത്രയും നാളായിട്ടും ഒരു തരത്തിലും ഒരു കയറ്റമോ ഒരു ഡെവലപ്മെന്റോ ഒന്നും ഉണ്ടാകാത്ത രീതിയിൽ താഴെ തട്ടിൽ തന്നെ കിടക്കുവാൻ കാരണം. പക്ഷേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്കുള്ള ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ, മറ്റ് മൃഗങ്ങളെയോ പക്ഷികളെയോ മറ്റ് ജന്തുക്കളെയോ പോലെയല്ല, മനുഷ്യൻ വിചാരിച്ചാൽ അവന്റെ ആ മുറിവുകളെ എല്ലാം സ്വയം മായ്ച്ച് കളഞ്ഞുകൊണ്ട്, അവന്റെ മുറിവുകളെല്ലാം സ്വയം അല്പാൽപമായി മായ്ച്ച് കളഞ്ഞുകൊണ്ട് അവന്റെ ഉള്ളിലെ ആ ഒരു മാഗ്നറ്റിക് പവർ, അല്ലെങ്കിൽ ആ ഒരു ആത്മീയ അംശത്തിന്റെ അത്യപാരമായ പവർ ഒരല്പം
ഒരല്പം നമുക്കൊന്ന് മാറിക്കിട്ടിയാൽ അതിനനുസരിച്ച് നമ്മുടെ ലൈഫിനകത്ത് ഉയർന്ന കാര്യങ്ങൾ ആകർഷിക്കുവാനുള്ള ശക്തി നമുക്ക് ലഭിക്കും. അത്യധികമായ അതാണ് നമ്മളെ മാപ്പ് ഓഫ് കോൺഷ്യസ്നസിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ച കാര്യങ്ങൾ അതൊക്കെയാണ്. തൽക്കാലം അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് തൽക്കാലം മനസ്സിലാക്കാനുള്ളത് എന്തുകൊണ്ട് നമ്മുടെ കാന്തശക്തി താഴ്ന്നു കിടക്കുന്നു, എങ്ങനെ അതിനെ മെച്ചപ്പെടുത്താം എന്ന് മാത്രം ആണ് താൽക്കാലികമായി നമ്മൾ ചിന്തിക്കാറുള്ളത്. നമ്മുടെ കാന്തശക്തി താഴ്ന്നു കിടക്കുന്നതിന് കാരണം നമുക്കുള്ള ആ മാഗ്നറ്റിക് പവറിനെ തടഞ്ഞു നിർത്തുന്ന തരത്തിൽ ഒട്ടനവധി പാടുകൾ നമ്മൾ അറിയാതെ നമ്മുടെ കുഞ്ഞുനാൾ മുതൽ നമ്മൾ ഇങ്ങനെ അനുദിനം ഇപ്പോഴും നമ്മൾ എടുത്ത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ ചുറ്റും വെച്ച് നമ്മൾ അറിയാതെ തന്നെ അതിന് ചുറ്റും വെച്ച് അതിനെ മറച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിലെ നമ്മുടെ ആത്മാവിന്റെ ആ ശക്തിയെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയാത്ത വിധം തടയുകയാണ്. നമുക്ക് ചെയ്യാനുള്ളത് സിമ്പിളായിട്ട് ഒരു പ്രാക്ടീസിലൂടെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു സബ് കോൺഷ്യസിന്റെ മുകളിലുള്ള കുറേ പാറ്റേൺസിനെ മാറ്റിക്കൊണ്ട് നമുക്ക് മെല്ലെ ലൈഫിനെ അപ്ഗ്രേഡ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. മനസ്സിലായോ? ഇതിവിടെ ഈ ഒരു പാറ്റേൺസ് അല്ലെങ്കിൽ ആ മുറിവുകൾ അല്ലെങ്കിൽ ആ മറകൾ അവിടെ വരാൻ കാര്യം നമ്മൾ ഇതുവരെ ചുറ്റുവട്ടത്ത് നിന്ന് നമുക്ക് ലഭിച്ച ചില വാക്കുകൾ, നമ്മൾ തന്നെ പറഞ്ഞ ചില വാക്കുകൾ, ചില കാഴ്ചകൾ, ചില ചിന്തകൾ, ചില അനുഭവങ്ങൾ, ഇവയെല്ലാം കൊണ്ടാണ്. അതായത് മിക്കതും നമ്മുടെ ചിന്തകളിലൂടെയാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അത്തരം പാറ്റേണുകൾ പതിയുന്നതിന് പ്രധാന കാരണമായി മാറിയത് നമ്മുടെ ചിന്തകളിലൂടെ. അപ്പോൾ നമുക്ക് ആ പാറ്റേണുകളെ അവിടെ നിന്ന് മാറ്റുവാൻ ഉപയോഗിക്കാൻ ഒറ്റ കാര്യം ചെയ്താൽ മതി. അതിന് നേരെ ഓപ്പോസിറ്റുള്ള ചിന്തകൾ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കതിനെ മാറ്റുവാൻ നമ്മുടെ ചിന്തകളെയും വാക്കുകളെയും ഉപയോഗിക്കുക തന്നെ ചെയ്താൽ മതി. മനസ്സിലായില്ലേ? അപ്പൊ നമുക്കിവിടെ ചെയ്യാനുള്ളത് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു പ്രയോഗത്തിലൂടെ നമുക്ക് ഈ നമ്മുടെ സബ് കോൺഷ്യസിലുള്ള ഈ പ്രധാനപ്പെട്ട ചില കറുത്ത പാടുകളെ നമുക്ക് മാറ്റാൻ പറ്റും. അതിനുള്ള ഒരു ചെറിയ പ്രാക്ടീസാണ് നമ്മൾ ഇന്ന് ഈ ഒരു പുതുവർഷത്തിലേക്ക് വേണ്ടി നമ്മൾ പഠിക്കുന്നത്. കാരണം നമ്മൾ ഈ ഒരു പുതുവർഷത്തിൽ വളരെ പവർഫുള്ളായ വ്യക്തികളാകുവാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. അപ്പൊ നമുക്ക് അതിനു വേണ്ടി വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രാക്ടീസാണ് ഇത്. ഇത്രയേ ഉള്ളൂ. താങ്ക് യു എന്ന വാക്ക് മനഃപൂർവമായി ധാരാളമായി ഉപയോഗിക്കുക എന്നതാണ്. ക്ലിയർ ആയോ? താങ്ക് യു എന്ന വാക്ക്. താങ്ക് യു ഇപ്പൊ പലരുടെയും മനസ്സിനകത്ത് ഒരു ചോദ്യം ഉണ്ടാകും, ഇത് ഇത്രയേ ഉള്ളൂ എന്ന്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ലോകത്ത് നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും പവർഫുള്ളായ ഏറ്റവും ഉയർന്ന വൈബ്രേഷനിലുള്ള 3 വാക്കുകളാണ്. 3 വാക്ക്. 1 നന്ദി, 2 സ്നേഹം, 3 ദൈവനാമം എന്നാണ്. ദൈവനാമം അതായത് യൂണിവേഴ്സിന്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ആ ഒരു പോയിന്റ്, പ്രപഞ്ചശക്തി അല്ലെങ്കിൽ ദൈവനാമം. ഈ 3 വാക്കുകളാണ് നിലവിൽ സ്പിരിച്വലി ഏറ്റവും ഉയർന്ന വൈബ്രേഷനിലുള്ള വാക്കുകൾ. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് ഈ താങ്ക് യു എന്ന വാക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനോടനുബന്ധിച്ച് നിങ്ങൾ ഉപയോഗിക്കുന്ന ഏറ്റവും നന്ദി എന്ന് വേണമെങ്കിൽ അങ്ങനെ, നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന ഏത് വാക്കാണോ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമെന്ന് സ്വയം തോന്നുന്നത് താങ്ക് യുവിന് പകരം, അത് ദിവസേന 1000 തവണ, ദിവസേന ഡെയിലി ഒരു മെഡിറ്റേഷൻ പോലെ ഒറ്റ സെഷനായിട്ട് 1000 തവണ
ചൊല്ലുക എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പഠിക്കുന്ന പ്രാക്ടീസ്. നിങ്ങൾ ഈ ഒരു പ്രാക്ടീസ് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുകയും ഫോളോ ചെയ്യുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ മാറ്റം കൃത്യമായിട്ട് മനസ്സിലാകും. യെസ്, റിലീജിയസ് വാക്കുകൾ ഞാൻ അതാണ് പറഞ്ഞത്, നിങ്ങൾക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ള വാക്കുകൾ. കാരണം പറഞ്ഞാൽ ഈ ഒരു വാക്ക് അത്യധികമായ ഹീലിംഗ് പവർ ഉള്ളതാണ്. ഇതെല്ലാം റിലീജിയസ് ആയിട്ടുള്ള വാക്കുകളായിട്ട് ഉപയോഗിക്കാമെന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും റിലീജിയസ് ആയിട്ടുള്ള വാക്കുകൾ കൊടുക്കുന്നത് തന്നെ അൾട്ടിമേറ്റ്ലി അതിൻ്റെ ഉദ്ദേശ്യം നമ്മുടെ ഈ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള ഈ പാടുകൾ, അതായത് ഈ പാടുകളാണ് ഒരു മനുഷ്യനെ ഏറ്റവും ജീവിതത്തിലെ ഏറ്റവും താഴേക്കിടയിൽ കിടക്കുന്നത്. അതിനെയാണ് സബ് കോൺഷ്യസിന്റെ മുറിവുകളെന്നും പാടുകളെന്നും പാറ്റേണുകളെന്നും പറയും. അതാണ് നമ്മളെ ഒരു കാരണവശാലും ഒരു ലൈഫിന്റെ ഒരു നിശ്ചിത ലെവലിൽ നിന്ന് മുകളിലേക്ക് ഉയരുവാൻ കഴിയാത്ത വിധം അടിച്ചമർത്തി താഴ്ത്തി കെട്ടിയിടുവാൻ എപ്പോഴും അതിന് കാരണക്കാരായി മാറുന്നത് ഈ സബ് കോൺഷ്യസിലെ പാറ്റേണുകളാണ്. ഈ സബ് കോൺഷ്യസിലെ ഈ പാറ്റേണുകളെ ഹീൽ ചെയ്യുക എന്നുള്ളതാണ് ഈ വാക്കുകൾ ഇപ്പോൾ റിലീജിയസ് പർപ്പസിലായാലും എല്ലാം കൊടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു വാക്ക് താങ്ക് യു എന്നോ നന്ദി എന്നോ, നിങ്ങൾ അല്ലെങ്കിൽ ഏത് വാക്കാണ് നിങ്ങൾക്ക് ആപ്റ്റായിട്ട് തോന്നുന്നത്, അത് ഒരു കാര്യം ഉറപ്പുവരുത്തണം: 1000 തവണ പെർ ഡേ. ഒറ്റ സ്ട്രെച്ച് അല്ലെങ്കിൽ 2 സ്ട്രെച്ച് മാക്സിമം. 2 സ്ട്രെച്ചായിട്ട് ചെയ്യുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ ഒരു സ്ട്രെച്ചായിട്ട്, അല്ലെങ്കിൽ 500ന്റെ 2 സ്ട്രെച്ചായിട്ട്. പക്ഷെ ഒരു കാര്യം ഉറപ്പുവരുത്താനുള്ളത്, അത്യധികമായ ഏകാഗ്രതയോടുകൂടി നമ്മുടെ കോൺഷ്യസ് മൈൻഡ്, അതായത് നമ്മുടെ ബോധ മനസ്സ് ഉപബോധ മനസ്സിനോട് പറയുന്ന ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട്, മനസ്സിലായല്ലോ, നമ്മുടെ ബോധ മനസ്സ് ഉപബോധ മനസ്സിനോടാണ് താങ്ക് യു പറയുന്നത്. നമ്മൾ ഓരോ പ്രാവശ്യം ഓരോ താങ്ക് യു പറയുമ്പോഴും യഥാർത്ഥത്തിൽ നമ്മുടെ ഉപബോധ മനസ്സിലെ ഒരു മുറിവ് പാറ്റേൺ മായ്ക്കപ്പെടുന്നുണ്ട്. നമ്മൾ അറിയില്ലാതെ ഒട്ടനവധി ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ചെറിയ 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 പാടുകൾ നമ്മുടെ ഉപബോധ മനസ്സിൽ നമുക്ക് അറിയില്ല എങ്ങനെ വന്ന് ഭവിച്ചത്. അങ്ങനെ മൂടി കറുത്ത പ്രതലം പോലെ കിടക്കുന്നത് കൊണ്ടാണ് നമ്മുടെ യഥാർത്ഥ ഉള്ളിലെ ആന്തരികമായ ശക്തി പുറത്തു വരുവാൻ കഴിയാത്ത വിധം മനുഷ്യൻ ഇതുപോലെ ജീവിതത്തിൽ സപ്രസായി കിടക്കുവാൻ പ്രധാന കാരണം. എല്ലാ മനുഷ്യരും എന്തുകൊണ്ട് ഒരുപോലെ കിടക്കുന്നില്ല താഴേക്കിടയിൽ? പലരും ഇവിടെ നല്ല രീതിയിൽ നമ്മുടെ ഇടയിൽ തന്നെ നല്ല ജീവിതം നയിക്കുന്നവരുണ്ടല്ലോ, നല്ല അഭിവൃദ്ധിയിൽ, നല്ല റിലേഷൻഷിപ്പിൽ, നല്ല ആരോഗ്യത്തിൽ. എന്റെ ചിലർ മാത്രം വ്യത്യാസം ഇതാണ്: അവരുടെ കാന്തശക്തി, അവരുടെ മാഗ്നറ്റിക് പവർ. നമ്മളതിനെ സ്പിരിച്വലി നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ ടൈമിൽ വൈബ് എന്ന് പറയും. വൈബ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലെങ്കിൽ ഈ ഒരു വാക്ക് ഉപയോഗിച്ചാൽ മതി. വൈബ്രേഷൻ ഓഫ് ഫ്രീക്വൻസി ആണ്, കാന്തശക്തിയാണ്, അട്രാക്ഷനുള്ള കാന്തശക്തി. നമ്മുടെ ആ കാന്തശക്തി കുറഞ്ഞിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇതിനെ ഇതുപോലെ സിമ്പിളം തോന്നാവുന്ന ചില വാക്കുകൾ കൃത്യമായി ഏകാഗ്രമായി ഒരു ധ്യാനം പോലെ നമ്മൾ ആവർത്തിച്ച് നമ്മുടെ ഉപബോധ മനസ്സിനെ ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ അതിനോട് പറയുന്ന പോലെ താങ്ക് യു എന്ന് അതിനോട് പറയുന്ന പോലെ പെർ ഡേ ഒരു 2 സെഷനായിട്ട്, മാക്സിമം നിങ്ങൾ 3 ആണെങ്കിൽ ആയി. പക്ഷെ താങ്ക് യു പറയാനൊന്നും ഒരുപാട് സമയമൊന്നും എടുക്കില്ല. 500 പ്രാവശ്യം 2 പ്രാവശ്യം, അല്ലെങ്കിൽ 1000 വെച്ച് 1 പ്രാവശ്യം നിങ്ങൾ കൃത്യമായിട്ട് ചൊല്ലുക. നിങ്ങളുടെ ഉള്ളിലെ ഒട്ടനവധി പാറ്റേണുകൾ കൃത്യമായി മാറുന്നത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ തന്നെ ചെറുതായിട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ? ഒന്ന് റെഡിയാണോ? നിങ്ങൾ ചാറ്റ് ചെയ്യുക. റെഡിയാണെങ്കിൽ നമുക്ക് ചെറുത് 1 മിനിറ്റ് ഒറ്റ മിനിറ്റ്. യെസ്, ഗുഡ്. ഞാൻ പറയുന്നത് പോലെ ആ ഒരു സ്പീഡിൽ വേണം ചെല്ലാൻ. മനസ്സിലായി? ഞാൻ പറയാം. ഞാൻ അതിന്റെ സമയം ഞാൻ വെച്ചോളാം. നിങ്ങൾ ശബ്ദം പുറത്ത് കേൾക്കണ്ട. ഈ ശബ്ദം പുറത്ത് കേൾക്കണമെന്നില്ല. എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ.
നമ്മൾ ആ വാക്ക് ഞാൻ പറഞ്ഞോളാം താങ്ക് യു, പക്ഷെ ഞാനത് നിർത്താൻ പറയുമ്പോൾ നിങ്ങൾ നിർത്തിയാൽ മതി. അതുവരെ നിങ്ങൾ തുറന്നുകൊണ്ടിരിക്കുക. താങ്ക് യു എന്ന് പറയുമ്പോൾ നിങ്ങളത് ചുണ്ടുകൊണ്ട് പറഞ്ഞോളൂ, ശബ്ദം പുറത്ത് കേൾക്കണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, ചുണ്ടുകൊണ്ട് പറയാൻ അറിയാലോ, അടക്കം പറയുന്നത് പോലെ അറിയാലോ, അതുപോലെ പറഞ്ഞോളൂ. പക്ഷെ ചുണ്ടുകൊണ്ട് പറയണം, മനസ്സിൽ പറയരുത്. മനസ്സിൽ മാത്രം പറയരുത്, ചുണ്ടുകൊണ്ട് പറയണം. ശബ്ദം പ്രൈവസി ഇല്ലെന്നുണ്ടെങ്കിൽ പുറത്ത് കേൾക്കണമെന്ന് നിർബന്ധമില്ല. ഞാൻ പറയുന്നത് പോലെ പറയുക, ഈ ഒരു സ്പീഡിൽ പറഞ്ഞാൽ മതി. ഓക്കെ, തുടങ്ങാം നമുക്ക്. താങ്ക് യു. കണ്ണടച്ചിരുന്ന് മനസ്സ് ഏകാഗ്രതയോടുകൂടി നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലെ ലക്ഷ്യം. കാരണം എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല, നമ്മളിതാ ഈ മീറ്റിംഗ് കൂടുന്നത് ഉൾപ്പെടെ നമുക്ക് എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കാൻ കഴിയുന്ന ഉൾപ്പെടെ ഇന്ന് നമ്മൾ ഇവിടെ ഇതുപോലെ ജീവിച്ചിരിക്കുന്നത് ഉൾപ്പെടെ നമ്മൾ കഴിച്ച ആഹാരം ഉൾപ്പെടെ സകലതും നമുക്ക് തന്നിട്ടുള്ളത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ സഹായത്തോടു കൂടിയാണ്. പക്ഷെ അത് നമ്മൾ തീരെ മൈൻഡ് ചെയ്യുന്നില്ല. അതിനൊരു താങ്ക് യു കേൾക്കാൻ കൊതിക്കുന്നുണ്ട്. ആ ഒരു നന്ദിയോട് കൂടി അതിനെ ലക്ഷ്യം വെച്ച് അതിനു വേണ്ടി കുറച്ച് സമയം നമ്മൾ സ്പെൻഡ് ചെയ്തെടുത്താൽ അത് നമുക്ക് ഇവിടെ ഏറ്റവും വലിയ സമൃദ്ധി നമുക്ക് തരും. ഏറ്റവും വലിയ നമ്മുടെ സകല വിഷയങ്ങൾക്കുള്ള പരിഹാരം അത് നമുക്ക് കാണിച്ചു തരും. ഞാൻ താങ്ക് യു പറയുന്നു. നിങ്ങളത് ഞാൻ എൻ്റെ കൂടെ പറഞ്ഞു പോയാൽ മതി, സൈലന്റ് ആയിട്ട്. ഞാൻ പറയുമ്പോൾ നിർത്തിയാൽ മതി. ഓക്കെ ഓക്കെ. സബ് കോൺഷ്യസിനെ ലക്ഷ്യമാക്കി താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച്. മതിയായിക്കോളൂ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ചെറിയൊരു നിങ്ങളൊരു ഗുഡ് ഫീൽ ചെയ്യുന്നുണ്ടോ? കുറച്ച് ഞാൻ കുറച്ചുകൂടെ ഫീൽ ചെയ്യുന്നുണ്ട് സാർ. ചെറിയൊരു മാറ്റം ഫീൽ ചെയ്യുന്നുണ്ട്. ശക്തിപ്രിയ എന്തോ സാർ ഫീൽ ചെയ്യുന്നില്ലേ നന്നായിട്ട്? എന്തോ നെഗറ്റിവിറ്റി റിലീസ് ചെയ്തതിന്റെ ഒരു നിങ്ങൾ ഫീൽ ചെയ്തു. നമ്മൾ ഒരു മിനിറ്റ് പോലും എടുത്തു. ഞാൻ സമയം നോക്കി, 1 മിനിറ്റ് കഷ്ടിച്ച് 1 മിനിറ്റിൽ അല്പം കൂടെ എടുത്തു. നമുക്ക് ഈ 1 മിനിറ്റ് ഏതാണ്ട് ഒരു 20, ഞാൻ ഒരു 50 എണ്ണമെങ്കിലും ചൊല്ലണമെന്നാണ് കരുതിയത്. പക്ഷെ ഒരു 25 തന്നെ ഒരുപാട് സമയം നിങ്ങൾക്ക് അങ്ങനെ ഇരുത്തണ്ടെന്ന് കരുതിയിട്ട് ഞാൻ തൽക്കാലം ഒന്നും ഡിഫറൻസ് ഫീൽ ചെയ്യിക്കാൻ വേണ്ടിയാണ്. ഒരു 50 ചെല്ലിയാൽ നമുക്ക് ഒരുപാട് വ്യത്യാസം വരും. അപ്പോൾ 1000 തവണ നമ്മൾ ഡെയിലി ഒരു ഇരിപ്പിലിരുന്ന് ചെല്ലിയാൽ നിങ്ങളൊന്ന് അവസ്ഥ ഒന്ന് ആലോചിക്കണം. നിങ്ങൾക്ക് ചെറിയൊരു ഗുഡ് ഫീലിംഗ് കിട്ടിയില്ലേ? എല്ലാവർക്കും കിട്ടിയില്ലേ? ആ ഒരു ഗുഡ് ഫീലിംഗ് സത്യത്തില് നമ്മുടെ ഉള്ളില് ഹീലിംഗ് നടക്കുന്നതിന്റെ ഒരു ഫലമാണ്. നമ്മുടെ സബ് കോൺഷ്യസ് നിങ്ങൾ ഇത്രയും പ്രാവശ്യം ഒരു 20 25 തവണ മാത്രം താങ്ക് യു എന്നുള്ള വാക്ക് ആവർത്തിച്ച് ഏകാഗ്രതയോട് കൂടി, വെറുതെ അല്ല, ഏകാഗ്രതയോട് കൂടി ചൊല്ലിയപ്പോ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് ലഭിച്ച അത് അത്രയും സ്ഥലത്തെ നെഗറ്റിവിറ്റി അത് ഹീൽ ചെയ്ത് കളയുകയാണ് ചെയ്തത്. അത്രത്തോളം പവറാണ് ഈ ഒരു വാക്കുകൾക്കുള്ളത്. അത്രത്തോളം പവറാണ് ഈ ഒരു വാക്ക്. അതായത് ഫ്രൈസ് ആണ്. മലയാളത്തിലാകുമ്പോൾ നന്ദി എന്ന് പറയുമ്പോൾ അത് ഒരൊറ്റ വാക്ക് നിൽക്കും. ഇതിപ്പോ ഒരു ഇംഗ്ലീഷിലാകുമ്പോൾ താങ്ക് യു രണ്ട് വാക്കുകൾ ചേർന്നൊരു ഫ്രൈസാണ്. അത്രത്തോളം, അതായത് ലോകത്ത് ഇതുവരെയുള്ള ഏറ്റവും ടോപ്പ്, ഇതിനപ്പുറം ഒരു 3 വാക്കുകളാണ്. ഈ 3 വാക്കുകൾ ഇതിനപ്പുറം വൈബുള്ള വാക്കുകളില്ല. അതാണ് ആ ഒരു വാക്കുകൾക്ക് ഇപ്പം എല്ലാ മേഖലകളിലും ഇത്രത്തോളം പ്രാധാന്യം നൽകുന്നത് ഈ ഗ്രാറ്റിറ്റ്യൂഡിന്. കാരണം ആ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ പറയുമ്പോൾ സ്വാഭാവികമായും നമ്മൾ പ്രകടിപ്പിക്കുമ്പോൾ തന്നെ ഉള്ളിലെ കുറെ നെഗറ്റിവിറ്റി അഴിഞ്ഞങ്ങ് പോവുകയാണ്. അപ്പൊ തന്നെ അതായത് അഴിഞ്ഞെന്ന് പറഞ്ഞ് മനസ്സിലായല്ലോ, അഴിച്ചു കളയെന്ന് പറയുന്നത് മായ്ക്കപ്പെടുകയാണ്. നമ്മൾ അറിയുന്നില്ല അത്. ആ ഒരു സുഖമാണ് നമുക്ക് ശാന്തതയായിട്ട് കിട്ടുന്നത്. ഇത് ഹീലിംഗ് ആണ്. നിങ്ങൾക്ക് ലഭിച്ച ഈ ഒരു ഗുഡ് ഫീലിംഗ് ഓർത്ത് വെച്ചോളൂ, ഇത് ഹീലിംഗ് ആണ്. ഇങ്ങനെയാണ് ഹീല് ചെയ്യുന്നത്. ഈ ഹീലിംഗ് സത്യത്തില് നേരത്തെ പറഞ്ഞ ആ കുറഞ്ഞിരിക്കുന്ന കാന്തിക ശക്തിയുടെ അപ്ഗ്രേഡിംഗ് ആണ്. ഒരൽപ്പം കാന്തശക്തി നമുക്കിപ്പൊ കൂടിയിട്ടുണ്ട്. ഈ ഒരു 10 25 പ്രാവശ്യം നമ്മൾ ഈ ഒരു വാക്ക് ചൊല്ലിയപ്പോൾ തന്നെ ഒരല്പം കൂടിയിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു പ്രാക്ടീസ് ഡെയിലി, ഞാൻ പറഞ്ഞ ഒരു ഇന്റൻസീവ് ആയിട്ടുള്ള പ്രാക്ടീസ് ആയിട്ടുള്ള തന്നത്. അതാണ് 1000 തവണ തന്നെ ചൊല്ലാൻ പറഞ്ഞത്. എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ. ഒരല്പം ഒന്ന് മെനക്കെട്ട് ഇരുന്ന്
ഒന്ന് ഒന്ന് കൈയും കാലും മുഖമൊക്കെ കഴുകി ഒന്ന് ശാന്തമായിട്ട് ഒരു സ്ഥലത്തിരുന്ന് നിങ്ങളുടെ കയ്യിൽ ഒരു എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ള റിലീജിയസ് ആയിട്ടുള്ള ഇപ്പം മാലയോ കൊന്തയോ അല്ലെങ്കിൽ ഒരു കൗണ്ടറൊക്കെ ഉണ്ട്. ഞാനൊരു കൗണ്ടറൊക്കെ മേടിച്ച് സത്യത്തിൽ വെച്ചിട്ടുണ്ട് എൻ്റെ സ്റ്റുഡൻസിനെ എപ്പോഴും കാണിക്കുന്നത്. എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ട്. ഞാനിത് ഇതുണ്ട ഇതൊരു കൗണ്ടർ കാണുന്നുണ്ടല്ലോ, ഇതൊരു കൗണ്ടർ ഉണ്ട്. അതുപോലെ തന്നെ ഒരു മാലയുണ്ട്. ഇത് ചില്ലറ കാര്യമൊന്നുമല്ല. ഞാൻ ഇവിടെ നിങ്ങൾ ഇത് വരുന്നെങ്കിലും ഞാൻ ഇത് കംപ്ലീറ്റ് ആയിട്ട് 24 മണിക്കൂർ ഈ പരിപാടി ചെയ്തുകൊണ്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്ത്. എന്താണ് റംഷാദ് ചോദിച്ചത്? ഞാൻ ശ്രദ്ധിച്ചില്ല. എന്തോ ഒരു മെസ്സേജ് അവിടെ വന്നല്ലോ. എന്താണ് ഒന്നും ചിന്തിക്കേണ്ട. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഉപബോധ മനസ്സിനോട് ഒരു നന്ദി എന്നുള്ള രീതിയിൽ തൽക്കാലം ഇന്റൻഷൻ വെച്ചാൽ മതി. ഉപബോധ മനസ്സ് സിംപിളി പറഞ്ഞാലും മതി. ഒരു ഇന്റൻഷൻ വെച്ചില്ലെങ്കിലും ഈ വാക്കുകൾ നമ്മുടെ നാവിലൂടെ ഉദ്ധരിക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് സബ് കോൺഷ്യസിന്റെ ഹീലിംഗ് നടക്കുന്നുണ്ട്. ഈ ഹീലിംഗ് നടന്ന് ലൈറ്റ് ആകുമ്പോൾ തന്നെ നമ്മുടെ വൈബ്രേഷൻ ഉയരുന്നുണ്ട്. അതായത് നമ്മുടെ കാന്തശക്തി വർദ്ധിക്കുന്നുണ്ട്. ഈ കാന്തശക്തി ഞാൻ അഭിജിത്തെ ഈ ഒരു സബ്ജക്റ്റിന് സംസാരിച്ചിട്ട് ലാസ്റ്റ് വേണം ചോദിച്ചു കേട്ടോ. ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് നമുക്ക് അതിന് അപ്പൊ ആ ക്വസ്റ്റ്യൻസ് ചോദിക്കും. നമ്മളിപ്പോ പോയിന്റ് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, മനസ്സിലായില്ലേ? അപ്പം അതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. ഈ താങ്ക് യു എന്നുള്ള വാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ ഒരു ഇന്റൻഷനും ഇല്ലാതെ വെറുതെ പറയുമ്പോൾ പോലും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ക്ലീൻ ആവുന്നുണ്ട്. ഇത് നമ്മളെ ലൈറ്റ് ആക്കുന്നുണ്ട്. ഇത് നമ്മൾ അറിയാതെ നമുക്കുള്ള പല ബ്ലോക്കുകളെയും അത് അലിയിച്ച് മാറ്റി തകർത്തെറിഞ്ഞ് കളയുന്നു. നമുക്ക് ലൈഫിൽ പല മാനിഫെസ്റ്റേഷനും ഈസി ആക്കുക. അതാണ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസുകൾ. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള പ്രാക്ടീസുകൾ തന്നിരിക്കുന്നതിന്റെ ബേസ് ഇതാണ്. ഈ താങ്ക് യു എന്നൊക്കെയുള്ള വാക്കുകൾ നമ്മൾ എഴുതുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ സബ് കോൺഷ്യസിലെ കുറെ നെഗറ്റിവിറ്റി അങ്ങ് ഹീലായി പോകും. ചെയ്യാനുള്ളതൊന്നുമല്ല, ഇന്റൻസീവായിട്ട് ചെയ്യുക. ഇന്റൻസീവായിട്ട് നമ്മൾ ഡെയിലി ഒരു 1000 മിനിമം 1000 തവണ. നിങ്ങൾ അതിൽ കൂടുതൽ ചെല്ലുവാൻ ചൊല്ലും. അതിന് ഇരുന്ന് ചെല്ലാൻ വേണ്ടി 1000. അല്ലാത്ത സമയങ്ങളിൽ മുഴുവൻ നിങ്ങൾ ഫ്രീ ടൈമിൽ ഒരു കാര്യം പോലും നമ്മൾ താങ്ക് യു പറയാതെ വിടരുത്. നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാകണം. ആരെങ്കിലും ഒരു കാര്യം ചെയ്ത, ഒരു വെള്ളം കുടിച്ചാലോ അല്ലെങ്കിൽ നമ്മൾ ആഹാരം കഴിക്കുമ്പോഴും നമ്മൾ ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴും നമ്മൾ എന്ത് സഹായം നമുക്ക് കിട്ടിയാലും നമുക്ക് ജീവിതത്തിലുള്ള സകല കാര്യങ്ങൾക്കും നമ്മൾ താങ്ക് യു പറയുന്ന ഒരു ശീലം ശക്തമായി നിങ്ങൾ 2024 മുതൽ നിങ്ങൾ അല്ലെങ്കിൽ ഇന്ന് മുതൽ നമ്മൾ നടപ്പിലാക്കിയാൽ നിങ്ങൾ 2024 അവസാനമാകുന്നതിനല്ല, നിങ്ങളുടെ ലൈഫ് പല മടങ്ങായിട്ട് അഭിവൃദ്ധിപ്പെടുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. 100%. അത്രത്തോളമാണ്. ഞാൻ ഈ അടുത്ത കാലത്ത് താങ്ക് യുന്റെ പ്രാധാന്യത്തെ കുറിച്ചൊരു ആർട്ടിക്കിള് വായിക്കാനിടയായി. ഒരു അമേരിക്കൻ റൈറ്ററാണ് അത് എഴുതിയത്. അപ്പൊ പുള്ളി അത് പുള്ളി എഴുതാൻ കാര്യം, അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത്, ആ സുഹൃത്തിനെ ഒരു ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം മീറ്റ് ചെയ്തു. ഈ സുഹൃത്തിനെ ആ ഒരു ഇടവേളയ്ക്ക് മുമ്പ് കാണുമ്പോൾ ആ സുഹൃത്ത് പറഞ്ഞാൽ വളരെയധികം അമേരിക്കയിൽ വെച്ച സംഭവം, അമേരിക്കക്കാരനാണ് ഈ റൈറ്റർ. ഈ സുഹൃത്തിനെ അദ്ദേഹം ഈ ഇടവേളയ്ക്ക് മുമ്പ് കാണുന്നതിന് മുമ്പ് അദ്ദേഹം ഒട്ടും അച്ചടക്കമില്ലാതെ അലസമായി ഒരു ജീവിതം നയിച്ചിരുന്ന ഒരാളായിരുന്നു. അതായത് സാമ്പത്തിക അച്ചടക്കമില്ല, പിന്നെ സ്വഭാവം വളരെ ഒട്ടും അച്ചടക്കമില്ല. അങ്ങനെ ലാസ്റ്റ് കാണുമ്പോൾ അദ്ദേഹം ഒരു ജീവിതത്തിന്റെ തകർച്ചയുടെ വക്കിലെത്തിയിരിക്കുന്ന സമയമാണ്. എന്നാൽ ഈ അടുത്ത കാലത്ത്, അതായത് ആ ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹത്തെ കാണുമ്പോൾ, ആ സുഹൃത്തിനെ കാണുമ്പോൾ, ഈ റൈറ്റർ കാണുമ്പോൾ ആ സുഹൃത്ത് വളരെയധികം മാറി, വളരെയധികം പോസിറ്റീവായിട്ട്, വളരെയധികം കാണുമ്പോൾ തന്നെ നല്ല ആരോഗ്യവും നല്ല ഒരു അഭിവൃദ്ധി നിറഞ്ഞ വളരെ പ്രസന്നവതനായ ഒരു വ്യക്തി, വളരെ പ്ലസന്റ്, വളരെ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യും. അപ്പം ഇദ്ദേഹം ചോദിച്ചു, താങ്കൾക്ക് എന്നാൽ ഇത്ര വലിയ മാറ്റം ഈ ചെറിയ ഘട്ടത്തിലുണ്ടായത്, നിനക്ക് എന്താണ് ഇതിന് മുന്നിൽ രഹസ്യം എന്ന് വളരെ ആകാംക്ഷയോട് ചോദിച്ചു. കാരണം ഈ റൈറ്റർ ആ സമയത്ത് കുറച്ച് വ്യക്തിപരമായിട്ടുള്ള ചില വിഷയങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ സുഹൃത്തുക്കൾ കൂടി ഇടയ്ക്ക് ഒരു ടൂറിന് പോയത് ഇന്ത്യയിലേക്കാണ്. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ ചിലർ കുറച്ച് സ്പിരിച്വലി കുറച്ച് താല്പര്യമുള്ള ആൾക്കാരുണ്ടായിരുന്നു. അവരവിടെ ഒരു ആശ്രമം വിസിറ്റ് ചെയ്തു. ആശ്രമത്തിലെ ഗുരു തന്നത ഒരു മന്ത്രമാണ് എന്നെ
ഈ രീതിയിലേക്ക് മാറ്റിയെടുക്കുവാൻ സഹായിച്ചത് എന്ന് ആ ഒരു സുഹൃത്ത് ഈ റൈറ്ററോട് പറഞ്ഞു. അപ്പൊ ആ റൈറ്റർ പറഞ്ഞു, എങ്കിൽ എനിക്കൂടെ ആ മന്ത്രം തരുമോ എന്ന് അദ്ദേഹം പറഞ്ഞു, ഇല്ല, താങ്കൾ ഇത് ഞാൻ തന്നു കഴിഞ്ഞാൽ താങ്കൾ അതിനൊരു വാല്യൂ കൊടുക്കില്ല. താങ്കൾ ഒരു കാര്യം ചെയ്ത് ആ ഗുരുവിനോട് പോയി നേരിട്ട് വാങ്ങുമെന്ന് പറയും. അപ്പൊ അങ്ങനെ സമ്മതിച്ചു. അദ്ദേഹം എന്ത് ചെയ്തു, അടുത്തൊരു അവസരം കിട്ടിയപ്പോൾ തന്നെ ഉടനെ തന്നെ അദ്ദേഹം ഇന്ത്യയിലേക്ക് വരികയാണ്. ഇന്ത്യയിൽ വന്ന് ആ ആശ്രമത്തിൽ വന്ന് ആ ഗുരുവിനെ കണ്ടു. ആ ഗുരുവിനെ കണ്ടിട്ട് ആ ഗുരുവിനോട് അദ്ദേഹം ചോദിച്ചു, താങ്കൾ ഇതുപോലൊരു മന്ത്രം എൻ്റെ സുഹൃത്തിന് കൊടുത്തു, അദ്ദേഹത്തിന് വലിയ മാറ്റമുണ്ട്, എനിക്കൂടെ തരുമോ എന്ന് ചോദിച്ചു. തരാമല്ലോ. എന്താണ് ആ മന്ത്രം? ആ മന്ത്രം ഇതാണ്, താങ്ക് യു എന്നുള്ള വാക്ക് നിങ്ങൾ എല്ലാത്തിനും ഉപയോഗിക്കുക, വെറുതെയും ഉപയോഗിക്കുക എന്നുള്ളതാണ് ആ ഗുരു കൊടുത്ത മന്ത്രം. അപ്പോഴാണ് ആ സുഹൃത്ത്, അത്രേ ഉള്ളൂ, താങ്ക് യു എന്നുള്ള വാക്ക് നിങ്ങൾ എല്ലാത്തിനും ഉപയോഗിക്കുക, വെറുതെയും ഉപയോഗിക്കുക. അപ്പോഴാണ് വീണ്ടും അത്ര ദാറ്റ്സ് ഇറ്റ് എന്ന് പിന്നെയും ഇയാൾക്ക് ചെറിയ ദേഷ്യം വന്നു. കാരണം ഇത്രയും ദൂരം യാത്ര ചെയ്തിട്ട് അയാൾ വന്നിട്ട് ഈ ഒരു വാക്ക് മാത്രമാണല്ലോ എനിക്ക് കിട്ടുന്നത്. ഇത് നമ്മൾ സാധാരണ എല്ലാ സ്ഥലത്തും ഉപയോഗിക്കുന്നില്ല, നമ്മൾ ഉപയോഗിക്കാറുണ്ടല്ലോ, ഈ ഒരു വാക്കിന് വേണ്ടിയാണ് ഞാൻ ഇത്ര യാത്ര ചെയ്ത്, ഇത്രയേ ഉള്ളൂ. അപ്പോഴാണ് പറഞ്ഞ്, ഈ താങ്ക് യു എന്നുള്ള വാക്ക് നിങ്ങൾ എല്ലാ പ്രാവശ്യവും ഉപയോഗിക്കുക, വെറുതെ ഉപയോഗിക്കുക, അതാണ്. അപ്പോൾ വീണ്ടും എന്നാലും ഇത്രയേ ഉള്ളൂ എന്ന് ഇയാൾ ചോദിച്ചു. അപ്പോഴാണ് ഗുരു പറഞ്ഞ്, ഈ ഇത്രയേ ഉള്ളോ എന്നുള്ളത് നിങ്ങളുടെ മന്ത്രം, എൻ്റെ മന്ത്രം ഇത്രയും ഉണ്ടല്ലോ, താങ്ക് യു എന്നുള്ളതാണ് എൻ്റെ മന്ത്രം. അതാണ് നിങ്ങൾക്ക് എന്നെ കാണാൻ വരാൻ കാരണമായത്, നിങ്ങളുടെ ആ ഒരു ചിന്തയും ആറ്റിറ്റ്യൂഡും. ഇത്രയേ ഉള്ളോ, എന്ത് കിട്ടിയാലും ഇത്രയേ ഉള്ളോ, ദാറ്റ്സ് ഇറ്റ് എന്നൊരു ചോദ്യം. എന്ത് കിട്ടിയാലും ഇത്രയേ ഉള്ളൂ. അതാണ് നിങ്ങൾക്ക് ഒന്നും തികയാതെ നിങ്ങൾക്ക് നിലവിൽ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം. ഒരു ഗ്ലാസ്സിൽ വെള്ളം ഉണ്ടെങ്കിൽ ആ ഗ്ലാസ് വെള്ളമേ ഉള്ളൂ, മനസ്സിലായി? ഇത്രയേ ഉണ്ടല്ലോ, താങ്ക് യു സോ മച്ച്, അതാണ് നമ്മൾ പറയാം. എന്തിനും, നിലവിൽ ജീവിതത്തിൽ എന്തിനും, അതാണ് താങ്ക് യു പറയുന്നതിന്റെ ആറ്റിറ്റ്യൂഡ്. മനസ്സിലായല്ലോ? അപ്പോ ഇദ്ദേഹം പുറത്തിറങ്ങി, അദ്ദേഹം ആ ഒരു താങ്ക് യു എന്ന് പറയുന്ന കാര്യം പിന്നെ ജീവിതത്തിൽ ഫുള്ള് അപ്ലൈ അദ്ദേഹത്തിനുണ്ടായിരുന്ന വളരെ വലിയ മാറ്റമാണ് അദ്ദേഹം പിന്നെ ആ ഒരു ആർട്ടിക്കിളിൽ എഴുതിയിരിക്കുന്നത്. അപ്പൊ അത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. നമുക്ക് നിലവിൽ ദാറ്റ്സ് ഇത്ര എനിക്ക് തന്നോളല്ലോ എന്ന് പറഞ്ഞ് പരിതപിക്കുന്നതിന് പകരം എന്ത് കിട്ടിയാലും താങ്ക് യു സോ മച്ച്, കിട്ടിയല്ലോ, ഇത്ര തന്നല്ലോ, താങ്ക് യു താങ്ക് യു താങ്ക് യു, ആവർത്തിച്ച് നമ്മൾ പറയുക, താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു. അത് വെറുതെ പറയുന്നതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യണം, നമ്മൾ എല്ലാ കാര്യത്തിനും പറയുന്നതോടൊപ്പം തന്നെ നമ്മളൊരു സെഷനായിട്ട് ഇരുന്ന് നിങ്ങൾ 500 അല്ലെങ്കിൽ 1000 സെഷൻ, അല്ലെങ്കിൽ ഓക്കെ തീരെ സമയമില്ലാത്തൊരു 333 പ്രാവശ്യം വെച്ച് 3 പ്രാവശ്യം വെച്ച് പറഞ്ഞോളൂ. രാവിലെയും ഒരു സന്ധ്യയ്ക്കും രാത്രി കിടക്കുന്നതിന് മുമ്പ്. എന്നിട്ട് ഒരു പ്രാവശ്യം പറയുമ്പോൾ 1000 ആവും. നിങ്ങൾ ഇതൊരു കൃത്യമായിട്ട് നിങ്ങൾ ഇത് ഫോളോ ചെയ്ത് നിങ്ങളുടെ ഉള്ളിലെ ഹീലിംഗ് കൃത്യമായിട്ട് നടക്കും. നിങ്ങൾ ഓരോ ദിവസം ചെല്ലുന്തോറും ഇംപ്രൂവ് ആകും. സബ് കോൺഷ്യസ് ഹീലിംഗ് നല്ല രീതിയിൽ നടക്കും. നിലവിൽ ഈ കുട്ടി ഇതിനകത്തുണ്ടെന്നുണ്ടെങ്കിൽ അതിനോടുകൂടി പറയുകയാണ്, നിങ്ങളുടെ സകല വിഷയങ്ങൾക്കും പരിഹാരം, ഇതിനെല്ലാത്തിനും പരിഹാരം ഉണ്ടാകും. കാരണം എല്ലാം ബേസ് ഇതാണ്. ഈ കാന്തിക ശക്തിയാണ് നമ്മെ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു നിയമം നമ്മെ നടപ്പിലാക്കുന്നത്. മനസ്സിലായില്ലേ? അതായത് ഈ കാന്തിക ശക്തി ലൈക്ക് അട്രാക്ട്സ് ലൈക്ക് എന്നാണ്. നമ്മൾ എങ്ങനെയാണോ അതാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്. നമ്മൾ എങ്ങനെ ആണോ ആ സെയിം ലൈക്ക് സാധനങ്ങളെ നമ്മുടെ ലൈഫിലേക്ക് വരുള്ളൂ. നമ്മൾ ലോവർ ലെവൽ മാഗ്നറ്റിക് പവറുമായിട്ട് ജീവിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ മറ്റുള്ള ചുറ്റുവട്ടമുള്ള ആളുകളെ ഒന്നും ഒരു കുറ്റപ്പെടുത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല. കഴിഞ്ഞ ദിവസം ഗ്രൂപ്പിനകത്ത് ഷെയർ ചെയ്ത ഒരു കോട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. നമ്മളിലേക്കല്ല ജീവിതം ഉണ്ടാകുന്നത്, നമ്മളിൽ നിന്നാണ് ജീവിതം രൂപപ്പെടുന്നത്. അല്ലേ? മനസ്സിലായല്ലോ? നമ്മളിലേക്കല്ല ജീവിതം രൂപപ്പെടുന്നത്, നമ്മളിൽ നിന്നാണ് ജീവിതം രൂപപ്പെടുന്നത്. നമ്മൾ എങ്ങനെയാണോ അങ്ങനെ മാത്രമേ നമ്മുടെ ലൈഫ് രൂപപ്പെടുകയുള്ളൂ. ഒരു സംശയം ഉണ്ടാ കാര്യത്തിനകത്ത്.
അപ്പം ഇതിന്റെ ഏറ്റവും ഒരു തുടക്കം എന്നുള്ള രീതിയിലുള്ള ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സിമ്പിൾ ആൻഡ് ദാറ്റ്സ് ഇറ്റ് എന്ന് ചോദിക്കരുത്, ഇനി ഉപയോഗിച്ചോളൂ. ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള പ്രാക്ടീസാണ്. നല്ല രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് വളരെ പവർഫുൾ ആയിട്ടൊരു പുതുവർഷം നിങ്ങൾക്ക് രൂപീകരിച്ചെടുക്കുവാൻ പറ്റുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. കൂടുതൽ പ്രാക്ടീസുകൾ വരുന്ന ക്ലാസ്സുകളിൽ ഞാൻ തരാം. അതിന് ബേസിക് ആയിട്ടുള്ള ഒരു സിമ്പിൾ പ്രാക്ടീസ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള പ്രാക്ടീസാണ്. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു സോ മച്ച്. സാറേ താങ്ക് യു പറയുമ്പോ ഇന്നതിന് നന്ദി എന്ന് പറയണോ അതോ വെറും താങ്ക് യു പറഞ്ഞാൽ ഈ മതിയോ? തൽക്കാലം ഈ ചാൻഡിങ് എന്നുള്ള ഉദ്ദേശത്തിനകത്ത് നമുക്ക് സിമ്പിൾ ആയിട്ട് ഹീലിംഗ് പർപ്പസ് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമ്മളെ സബ് കോൺഷ്യസിൽ ഹീലിംഗ് ആണ്. ഞാൻ അതിനാണ് പർട്ടിക്കുലർലി ഇരിക്കാൻ പറഞ്ഞത്. ഇരുന്ന് നമ്മളൊന്ന് ഫ്രഷ് ആയി, കൈയും കാലം മുഖമൊക്കെ ഒന്ന് കഴുകി ഫ്രഷ് ആയി ഒന്ന് നമ്മളൊന്ന് റിലാക്സ് ചെയ്തൊന്ന് ഇരുന്നിട്ട് ഏകാഗ്രമായിട്ട് നമ്മൾ ചൊല്ലും. ഈ നാമം ജപിക്കുക എന്നൊക്കെ പറയുന്നത് സത്യത്തിൽ ഈ ഒരു ഹീലിംഗിന്റെ ഭാഗമാണ്. ദൈവനാമം നമ്മൾ ആവർത്തിച്ച് ചൊല്ലുമ്പോൾ സത്യത്തിൽ ഈ ഒരു സബ് കോൺഷ്യസ് ഹീലിംഗ് ആണ് സകല പ്രാക്ടീസിന്റെയും അടിസ്ഥാനം. കാരണം സബ് കോൺഷ്യസ് അവിടെ നിന്ന് ആ മറകളാണ് നമ്മളെ കാന്തശക്തി, നമ്മളെ ആകർഷണ ശക്തി, നമ്മളെ പവർ കുറയ്ക്കുന്നത്, നമ്മളെ കോൺഷ്യസ്നെസ് ബോധതലം താഴ്ത്തി വെക്കുന്നത്. നമ്മൾ ബേസ് അത് പഠിക്കുക. കോൺഷ്യസ്നെസ് വൈബ്രേഷൻ ഒക്കെ ഇപ്പോഴേ പഠിക്കുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് പലർക്കും ഇതുവരെ അതങ്ങോട്ട് ക്ലിയർ ആവാത്തത്. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടെ താഴോട്ട് ബേസ് ഇട്ടിട്ട് ഒന്ന് സംസാരിക്കാന്ന് കരുതിയത്. വരും ക്ലാസ്സുകളിൽ കുറച്ചുകൂടെ ബേസ് അങ്ങനെ ഇട്ടിട്ട് പോവാം. നിങ്ങൾക്ക് ഒരു ബേസ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ലെവലിലേക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസിലേക്ക് കൂടുതൽ ഉയർന്ന അപ്ഡേഷനിലേക്ക് പോവാം. സാറേ ഈ റിലീജിയൻ ടച്ച് ചെയ്താണ്ട് യഷ്കുറുള്ള എന്ന് പറഞ്ഞാൽ അത് ശരിയാവോ? ഈ താങ്ക്സിന് പകരം അതിന്റെ അർത്ഥം എന്താണ്? നമ്മ പറഞ്ഞല്ലോ നിങ്ങൾ അതിന്റെ തീർച്ചയായിട്ടും ഷുവർ യു ക്യാൻ ഡു. കാരണം പറഞ്ഞാല് നമുക്ക് റിലീജിയസ് ആയിട്ട് ഞാനതാണ് പറഞ്ഞത്, നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ പിന്നെ നിങ്ങൾ കാരണം നമ്മൾ ചിലപ്പം മതപരമായ പഠനങ്ങൾ ചെറുപ്പത്തിൽ നടത്തി നമുക്ക് ഏറ്റവും യോജിച്ച് നമ്മൾ പഠിച്ച് ശീലിച്ചത് ആ താങ്ക് യു എന്നുള്ള വാക്കിന് പകരം വേറെ ഏതെങ്കിലും വാക്കുകളായിരിക്കും, റിലീജിയസ് ആയിട്ടുള്ള വാക്കുകളായിരിക്കും. അതായിരിക്കും നമ്മളോട് ചേർന്ന് നിൽക്കുന്നത്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കുറച്ചുകൂടെ എളുപ്പത്തിൽ മനസ്സിലാകുന്ന അതാണ്. മതി, അത് മതി. നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ വാക്കുകളാണ് ഉപയോഗിക്കേണ്ടത്. അല്ല ഞാൻ താങ്ക് യു എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷിൽ താങ്ക് യു പറഞ്ഞാലേ ഹീലിംഗ് നടക്കുള്ളൂന്നല്ല. ഞാനതാണ് ആദ്യമേ പറഞ്ഞത് നിങ്ങളടുത്ത്. നിങ്ങൾക്ക് നന്ദി എന്നുള്ള വാക്ക് ഉപയോഗിക്കാം. ഇപ്പം മറ്റ് മതപരമായിട്ടുള്ള ഏത് വാക്കുകളാണോ ഉപയോഗിക്കാം. കാരണം നമുക്കറിയില്ലല്ലോ നമ്മളെ കുട്ടിക്കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ പറഞ്ഞ് ശീലിച്ച ഏത് വാക്കുകളാണ്. സോ യു ക്യാൻ യൂസ്. ഗ്രാറ്റിറ്റ്യൂഡിന്റെ വാല്യൂവിനെ കുറിച്ച് ലാസ്റ്റ് ടൈമിലെ വീഡിയോയിൽ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാല്യൂ, അതായത് ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ അത് ഇതെന്തെങ്കിലും ബന്ധമുണ്ട്? അപ്പൊ താങ്ക് യു എപ്പോഴും പറഞ്ഞാൽ വാല്യൂവിൽ എന്തെങ്കിലും വ്യത്യാസം വരുമോ? അതിന്റെ വാല്യൂ കുറയുന്നു, വീക്ക്ലി ടോയ്സ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ടൈം സാർ. ഞാൻ ഉദ്ദേശിച്ചത് വീക്ക്ലി ടോയ്സ് നമ്മളിപ്പം ഞാൻ തന്നിരിക്കുന്നത് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഗൈഡഡ് മെഡിറ്റേഷനാണ്. ആ ഗ്രാറ്റിറ്റ്യൂഡ് ഗൈഡഡ് മെഡിറ്റേഷൻ നമുക്ക് ആദ്യത്തെ ദിവസം കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായ ഗ്രേറ്റ്ഫുൾ ഫീൽ ചെയ്യും. നമ്മളിപ്പം അത് പക്ഷെ നമ്മൾ ഡെയിലി കേൾക്കുമ്പോൾ ആ ഗ്രാറ്റിറ്റ്യൂഡ് ഇങ്ങനെ നമുക്ക് കുറഞ്ഞു വരാൻ സാധ്യതയുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു സദ്യ കഴിക്കുകയാണ്. ഓണത്തിന് ഉച്ചയ്ക്ക് ഒരു സദ്യ കഴിക്കുമ്പോൾ നമുക്ക് കുറേ നാളുകൾക്ക് ശേഷം ഒരു സദ്യ കഴിക്കുമ്പോൾ എന്താണ് ഭയങ്കര രസവും ടേസ്റ്റൊക്കെ ആയിരിക്കും. വൈകുന്നേരം ആ സദ്യ, പിറ്റേന്ന് രാവിലെ ഉച്ചയ്ക്കും ആ സദ്യ, വൈകുന്നേരം സദ്യ, കണ്ടിന്യൂസ് ആയിട്ട് സദ്യ മാത്രമാകുമ്പോൾ സദ്യയുടെ ഒരു കംപ്ലീറ്റ് ആയിട്ടൊരു സുഖം നഷ്ടപ്പെട്ടു പോയി. അന്ന് പറഞ്ഞതുപോലെയാണ് നമ്മൾ അതേസമയം ആഴ്ചയിൽ 1-2 തവണ അങ്ങനത്തെ ഫുഡ് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് അതൊരു പുതുമ. ഇതെന്ന് പറഞ്ഞാൽ ഗ്രാറ്റിറ്റ്യൂഡ് ഞാൻ തന്നിരിക്കുന്ന ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കത് ഒരു പർട്ടിക്കുലർ എന്താ പറയുക, അതൊരു നമ്മളൊന്ന് ഡൗൺ ഒക്കെ ആയിരിക്കുമ്പോൾ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷൻ തന്നിട്ടുള്ളത്. അത് എപ്പോഴും അതാണ് ഡെയിലി ചെയ്യരുത്. ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു യാന്ത്രികമായി പോകും. അതാണ് ആഴ്ചയിൽ 1 പ്രാവശ്യമോ 2 പ്രാവശ്യമോ നിങ്ങൾക്ക് ഒന്ന് ഡൗൺ ആയിരിക്കുമ്പോഴോ എടുത്ത് കേട്ട് നമ്മൾ സ്വന്തം നമ്മൾക്ക് ഇതുവരെ കടന്നു വന്ന പാതയൊക്കെ ഒന്ന് ഓർമ്മിച്ച് എല്ലാവർക്കും നന്ദിയൊക്കെ പറയുമ്പോൾ ഒന്ന് റിഫ്രഷ് ആവും. അതിനുവേണ്ടിയാണ് അത് പറഞ്ഞത് കേട്ടോ അനീഷ്. ഓക്കെ സാർ, താങ്ക് യു. സാർ ഒരു സംശയം. ഹലോ, ആരാണ്? അഭിജിത്താണോ? ചോദിക്കൂ. സാർ ആദ്യം വീഡിയോയിൽ പറഞ്ഞ ഈ സബ് കോൺഷ്യസ് മൈൻഡിലുണ്ടാകുന്ന മുറിവുകളാണ് ഇതിന്റെ പ്രധാന ഇതെന്ന് പറഞ്ഞു. അപ്പൊ ഈ നെഗറ്റീവ് കണ്ടന്റ് ഉള്ള ഈ സിനിമകൾ കാണുമ്പോഴത്തേക്ക് നമുക്ക് ഈ സബ് കോൺഷ്യസിനെ അത് അഫക്ട് ചെയ്യത്തില്ലേ? ചെയ്യും. നമ്മൾ അത് മനഃപൂർവ്വം അതിനെ നമ്മൾ സെൽഫ് ലവിൽ നമ്മൾ പ്രത്യേകം പഠിച്ചിട്ടുള്ളതാണ്. അത് ഞാൻ ഒരു വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്.
നെഗറ്റീവ് കണ്ടന്റുള്ള നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് നമ്മൾ കാണുന്ന സിനിമയാണോ യഥാർത്ഥ ജീവിതമാണോ എന്ന് തിരിച്ചറിയാനുള്ള വകതിരിവില്ല. അത് നോക്കുമ്പോൾ നമ്മളിങ്ങനെ സൂക്ഷ്മമായിട്ട് എന്തോ കുറെ സംഘർഷങ്ങളിലും ദുഃഖങ്ങളിലും പിന്നെ വല്ലാത്തൊരവസ്ഥകളിലൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത് കരുതുന്നത് നമുക്ക് എന്തോ വലിയ താല്പര്യമുള്ള സബ്ജക്റ്റാണ് ആ കാണുന്നതെന്നാണ്. അത് നമ്മുടെ ലൈഫിലേക്ക് കുറച്ചെങ്കിലുമൊക്കെ അത് നമ്മുടെ ലൈഫിലേക്ക് കൂടെ ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്ത് തരാൻ നോക്കും. അതാണ് അഫക്റ്റീവ് എന്ന് പറയാൻ കാര്യം. മനസ്സിലായോ? അതേസമയം നമ്മൾ ഫീൽ ഗുഡ് മൂവീസ് ഒക്കെ കാണാം. എന്നാലും ആ ഒരു സംഘർഷപരമായ മൂവീസ് കഴിവതും അവോയ്ഡ് ചെയ്യുന്നത് സെൽഫ് ലവിന്റെ ഭാഗമാണെന്ന് ഞാൻ ഒരു വീഡിയോയിൽ തന്നെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ സാർ, താങ്ക് യു സാർ. താങ്ക് യു. എന്തൊക്കെയോ ക്വസ്റ്റ്യൻസ്. സാറേ, ഞാനൊരു സംശയം ചോദിക്കട്ടെ സാറേ? ഞാൻ ഇപ്പൊ സാറ് പറഞ്ഞ ആ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ എനിക്ക് അറിയാതെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്ന, അതായത് നമുക്ക് ഇങ്ങനെ കരച്ചിൽ വരുന്ന പോലെയൊക്കെ അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ ആ സീരിയലാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്കറിയാം. പക്ഷെ എന്നാലും നമ്മൾ അറിയാതെ കണ്ണീന്ന് ഇങ്ങനെ അതിൽ കാണുമ്പോ തന്നെ കണ്ണീന്ന് ഇങ്ങനെ വെള്ളം വരും, അറിയാതെ കരഞ്ഞു പോകും. ഇപ്പൊ സാറ് നന്ദി പറയാൻ പറഞ്ഞപ്പോ ഞാനിങ്ങനെ ശരിക്കും പറഞ്ഞപ്പോ എനിക്കങ്ങ് കരച്ചിൽ വരിക. അപ്പൊ ഇതിങ്ങനെ ഫീൽ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും അങ്ങനെ നമുക്ക് അത് സത്യത്തിൽ ഡെലിക്കേറ്റ് ആയത് നമ്മളൊരു ഒരു ലോലമായ ഒരു മനസ്സിന്റെ ഉടമയായത് കൊണ്ടാണ് അങ്ങനെ നമുക്ക് ചെറിയ കാര്യം. പക്ഷെ അത് ഒരു ഒരു സീരിയലൊക്കെ കാണുമ്പോൾ അങ്ങനെ കരയുന്നത് നമ്മളെ സബ് കോൺഷ്യസ് നമ്മളെ ഇമോഷനും കൂടെ കൊടുക്കുകയല്ലേ അത് കാണുമ്പോൾ. അപ്പൊ സബ് കോൺഷ്യസ് മൈൻഡ് ഭയങ്കരമായിട്ട് അതിന് അത് ഉൾക്കൊള്ളാൻ നോക്കും. അതിന് ആ സീരിയലിലെ നെഗറ്റീവ് രംഗങ്ങളൊക്കെ കഴിവത് ഒഴിവാക്കണം. അതുപോലെ തന്നെ ഈ ഒരു അതേസമയം നമ്മൾ ഇപ്പൊ ഈ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞു, അതായത് താങ്ക് യു പറഞ്ഞപ്പോൾ നമുക്ക് കരച്ചിൽ വരുന്നതും പോസിറ്റീവാണ്. അതിന്റെ ഒരു പോസിറ്റീവ് സൈഡാണ്. താങ്ക് യു പറയുമ്പോൾ നമുക്ക് സങ്കടം വന്നിട്ട് നമുക്ക് ഭയങ്കര നന്ദിയുടെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുമ്പോൾ അത് ഭയങ്കരമായിട്ട് സബ് കോൺഷ്യസ് മൈൻഡ് സ്വീകരിച്ചിട്ട് നമുക്കുള്ള പെട്ടെന്ന് ആ ഹീലിംഗ് നടത്തുവാൻ സഹായിക്കും. അപ്പം ആ ചാൻഡിങ് ഞാൻ പറഞ്ഞ ചാൻഡിങ് നടത്തുമ്പോൾ കണ്ണീര് വരാനും എല്ലാവരും ശ്രമിക്കണം. അല്പം കരയാനും നമ്മളൊരു നന്ദി പറഞ്ഞുകൊണ്ട് ഒന്ന് ഇമോഷൻ ആകാനും എല്ലാവരും ശ്രമിക്കണം. അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് അതിനനുസരിച്ചുള്ള ഹീലിംഗ് നടക്കും. അതേസമയം സീരിയലുകൾ കാണുന്നത് എനിക്ക് അറിയില്ല, നിങ്ങളുടെ പേഴ്സണൽ ആണ്. പക്ഷെ ഞാൻ പറയുന്നത് അത് നെഗറ്റീവായിട്ട് നമ്മൾ അതിനെ മുഴുകിയിരിക്കുമ്പോഴാണ് നമ്മൾ മുഴുകുക എന്ന് പറഞ്ഞാൽ സബ് കോൺഷ്യസിനെ കൊണ്ട് അതിനെ കാണിപ്പിക്കുക എന്നുള്ള ഒരു അർത്ഥമുണ്ട്. അപ്പൊ സത്യത്തിൽ അതിനകത്തുള്ള സംഭവം മൊത്തം ഇനി പിടിച്ചെടുക്കുക. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. സാർ ഇപ്പൊ ഒരു 10 മിനിറ്റ് ഒരു മിനിറ്റ് തന്നെ ഗ്രാറ്റിറ്റ്യൂഡിന്റെ നന്ദി പറയാൻ പറഞ്ഞപ്പോ തന്നെ ഞാനിങ്ങനെ നെഞ്ചി കൈവച്ചിട്ട് നമ്മളിങ്ങനെ അത് ഓർത്ത് നന്ദി പറയുമ്പോ അറിയാതെ ഇങ്ങനെ മനസ്സ് കരച്ചിൽ വരുന്ന ഒരു ഫീലിംഗ്. അതുകൊണ്ട് ചോദിച്ചതായിരുന്നു. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു. ഹലോ സാർ, സാർ ഒരു ഡൗട്ട്. ഞാനിപ്പോ മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിലും ഇപ്പൊ സാറ് പറഞ്ഞ പോലെ അന്ന് മുന്നേ പറഞ്ഞായിരുന്നല്ലോ ഹോപ്പണോപ്പണോ ചെയ്യുക, അതൊക്കെ ചെയ്യുമ്പോഴും സ്റ്റാർട്ടിംഗ് ഒക്കെ നല്ല കോൺസെൻട്രേഷൻ കിട്ടും. പക്ഷെ ഈ 1000 ടൈംസ് ഒക്കെ ചെല്ലി നമ്മളങ്ങ് കുറെ കഴിയുമ്പോഴേക്കും പല തോട്ട്സും കയറി വരുന്നുണ്ട്. അപ്പൊ അതെങ്ങനെയാ നമ്മൾ കോൺസെൻട്രേഷൻ കൂട്ടുക? അത് മനഃപൂർവ്വം കോൺസെൻട്രേറ്റ് ചെയ്ത് മാറ്റണം എന്ന് പറഞ്ഞാൽ കയറി വന്നെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. അതാണ് അത്ര നമ്പേഴ്സ് വരുന്നത്. നമുക്ക് കുറച്ചൊക്കെ കിട്ടട്ടെ എന്ന് കരുതിയിട്ടാണ്. മനസ്സിലായില്ലേ? കുറച്ചൊക്കെ നമ്മൾ ഇൻ കേസ് കോൺസെൻട്രേഷൻ ഇല്ലാതെ പോയാലും മനുഷ്യനാകുമ്പോൾ ചിന്തകൾ കയറി വരും. അത് നമ്മൾ കുറ്റപ്പെടുത്തുകയോ ചിന്തകൾ കയറി വരുന്നല്ലോ എന്ന് ഓർത്ത് ടെൻഷൻ ആവുകയോ ദേഷ്യപ്പെടുകയോ ഒന്നും ചെയ്യരുത്. അല്ലാതെ നമ്മൾ അതിനെ ഓക്കെ ഞാൻ മനുഷ്യനാണ്, എനിക്ക് ഇതുപോലെ ചിന്തകൾ കയറി വരാൻ സാധ്യതയുണ്ട്, അതിനെ ഞാൻ ക്ഷമയോടുകൂടി ആ ചിന്തകൾ പിന്നെ നമ്മൾ തിരിച്ച് ആ ഒരു ഫോക്കസ് കൊണ്ടുവന്ന് മെല്ലെ മെല്ലെ അതിനെ ട്രെയിൻ ചെയ്യണം. പ്രാക്ടീസ് ചെയ്ത് നമുക്ക് ആ ഒരു ഫോക്കസ് കൂട്ടിയെടുക്കാൻ പറ്റും. താങ്ക് യു. എന്തൊക്കെയോ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്, ഞാൻ നോക്കിയിട്ടൊക്കെ പറഞ്ഞു. ഡെയിലി ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതുമ്പോൾ ഫീലിംഗ് കുറയുന്നതിന് സൊല്യൂഷൻ ഉണ്ടോ? അത് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗ്രാറ്റിറ്റ്യൂഡ് എന്തിനു വേണ്ടിയാണ് എഴുതുന്നത് എന്നുള്ള കാര്യത്തിനകത്ത് നമ്മൾ കുറച്ചുകൂടെ മനസ്സിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. എന്തിനു വേണ്ടിയാണ് ആ ഗ്രാറ്റിറ്റ്യൂഡ്? നമ്മളാ ഒരു ഇന്റൻസീവായിട്ട് ആ ഒരു ആഗ്രഹം ഉണ്ടല്ലോ, അതിനുവേണ്ടി ആയിരിക്കുമല്ലോ എഴുതുന്നത്. ആ ഒരു ആഗ്രഹം നമ്മൾ കുറച്ചുകൂടെ മനസ്സിലേക്ക് തീവ്രമാക്കി കൊണ്ടുവരുവാനുള്ള ശ്രമം നടത്തുമ്പോൾ അതിനുള്ള ഇന്റൻസിറ്റി കുറയും, നിലനിൽക്കും. അതാണ് അതിനകത്ത് മനസ്സിലാക്കുന്നത്, പറയാനുള്ളത്. സാറേ ഒരു കാര്യം കൂടെ, സാറിന്റെ കുറച്ചുകൂടെ എക്സ്പീരിയൻസ് ഞങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യണം. ഞങ്ങൾക്ക് ബിലീഫ് സിസ്റ്റം ഒക്കെ ഒന്ന് കുറച്ചുകൂടെ നല്ല വർദ്ധിപ്പിക്കാൻ കുറെ വീഡിയോസ് ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴും. അത് ഞാൻ ചെയ്യാം. വളരെ പേഴ്സണൽ ആയിട്ടുള്ള എക്സ്പീരിയൻസസ് ആയതുകൊണ്ടാണ് ഞാൻ എന്നാലും ഞാൻ കുറെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്.
ഇപ്പൊ സാറിന്റെ നോക്കട്ടെ. മുൻ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ ആദ്യത്തെ ഒരാഴ്ച ഇതെല്ലാം ഓക്കെ ആണെന്ന് വിശ്വസിക്കും, കുറെ 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ഇതിലൊക്കെ സത്യം കൊണ്ട് ആ ഇത് ഒരു അവസ്ഥയിലാണ്. അല്ലല്ല, അങ്ങനെ ആ ഒരു അവസ്ഥ എത്രയും ഞാൻ അതിനകത്ത് തന്നെ പറയുന്നത് നിങ്ങൾ എത്രയും പെട്ടെന്ന് കയറി വരണമെന്ന്. കാരണം പറഞ്ഞാൽ ആ, അൾട്ടിമേറ്റ്ലി ഇത് തന്നെയാണ് പരമമായ യാഥാർത്ഥ്യം. കുറെ വർഷങ്ങൾ വേസ്റ്റ് ആക്കിയെങ്കിലും നമ്മൾ മനസ്സിലാക്കി വരുന്ന ഇത് തന്നെയാണ് യാഥാർത്ഥ്യം. ആ, മനസ്സിലായി? അത് നമ്മള് മനസ്സിലാക്കിയില്ലെങ്കിൽ ഇത് മെല്ലെ മനസ്സിലാവും, ഓക്കെ ഓക്കെ. ഗ്രാജുവലി മനസ്സിലാവും. പറഞ്ഞു. എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ വേറെ? ഞാനിപ്പോ ഇപ്പൊ ലാസ്റ്റ് സംസാരിച്ച ആളുണ്ട്, അനൂപ് എന്നാണെന്ന് തോന്നുന്നു പേര്. ആ പുള്ളിയോടാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ സാറിന്റെ കോഴ്സ് അറ്റൻഡ് ചെയ്ത ഒരാളാണ്. അപ്പോ നമ്മുടെ ഡെയിലി പ്രാക്ടീസസും 21 ദിവസത്തെ ആ ക്ലാസ് കൊണ്ട് നമ്മള് ഭയങ്കരമായിട്ട് മാറും. പിന്നെ നമുക്ക് ഒരു ചാഞ്ചാട്ടവും വരില്ല, ഒരു സംശയവും വരില്ല. ഇതൊക്കെ ശരിയാണോ ഇല്ലേ എന്നുള്ള കൺഫ്യൂഷൻ ഒക്കെ പൂർണ്ണമായിട്ട് നമുക്ക് മാറും. ഓക്കെ നമ്മള് ഓക്കെ കൃത്യമായിട്ട് നമുക്കത് മനസ്സിലാവും. ഓക്കെ. എന്റെ സ്റ്റുഡൻസിനോട് പറയാനുള്ള പ്രത്യേകം, എന്റെ സ്റ്റുഡൻസ് അവർ ഈ ഒരു പ്രാക്ടീസ് ചെയ്യണം നിർബന്ധമില്ല. അവർക്ക് പ്രാക്ടീസ് ഓവർലോഡ് ആക്കണ്ട. നിങ്ങൾ തന്നിട്ടുള്ള പ്രാക്ടീസുകൾ മാത്രം ചെയ്താൽ മതി. എന്ന് പറഞ്ഞ് ചെയ്തിട്ട് പിന്നെ ചെയ്തു എന്ന് കരുതി കുഴപ്പമില്ല. പറഞ്ഞതാണ്. താങ്ക് യു സോ മച്ച് എല്ലാവർക്കും ഒരിക്കൽ കൂടി. റംഷാദ് ശനിയാഴ്ചക്ക് വേണ്ടി മാത്രം കാത്തിരിക്കുകയാണ്. ഞാൻ കുറച്ചുകൂടെ ഒന്ന് ഫ്രീ ആകുമ്പോഴത്തേക്ക് ഞാൻ വരാം. എനിക്ക് കുറച്ചുകൂടെ ചെയ്യണമെന്നുണ്ട്. ഒരു ആഴ്ചയിൽ ഒരു ക്ലാസ് കൂടെ എക്സ്ട്രാ ചെയ്യാൻ നോക്കാം. നിങ്ങൾ ഈ സമയം എങ്ങനെയാണ്? ഞാൻ ഈ ഒരു സമയം എല്ലാവർക്കും രാവിലെ സമയമുള്ളവരുണ്ടോ? ജസ്റ്റ് ഒന്ന് പറയാമോ? രാവിലെയാണോ ഈ സമയമാണോ? രാത്രി പറ്റില്ല. രാത്രി ഇനി ക്ലാസ് ഉള്ളത് കൊണ്ട് രാത്രി എനിക്ക് പറ്റില്ല. ഏർലി മോർണിംഗ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഏർലി മോർണിംഗ് എല്ലാവർക്കും പറ്റും. ഒരു 6:30, 7 o'clock, 6:30. വൈകുന്നേരം 5 o'clock ഒക്കെ പലർക്കും പറ്റുന്നില്ല എന്ന് നോക്കട്ടെ. എല്ലാവരും രാവിലെയാണ് പ്രിഫർ ചെയ്യുന്നത്. ഞാൻ ഭൂരിപക്ഷ അഭിപ്രായ പ്രകാരം ചെയ്യാൻ കേട്ടോ ദിവസം. ഞാൻ നല്ല ക്ലാസ് മാക്സിമം ട്രൈ ചെയ്യും, ശ്രമിക്കൂ. രാവിലെ ആകുമ്പോൾ നമുക്കൊരു ഫ്രഷ് ഫീലിംഗ് കിട്ടുമല്ലോ. ഞാൻ ഇനിയൊരു ക്ലാസ്സുകളിൽ നോക്കട്ടെ. എല്ലാവരും ഉണ്ടാവുക. ഓക്കെ. ഞാൻ സിമ്പിളായിട്ടുള്ള പ്രാക്ടീസും മറ്റ് ക്ലാസ്സുകളും തരാം. നിങ്ങൾ കൃത്യമായിട്ട് ഒരു നല്ലൊരു ഇന്റൻസീവായിട്ടൊരു ഫോക്കസോട് കൂടി ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മാറ്റം ഉണ്ടാകും. അത് നമുക്ക് നല്ലൊരു ഒരു കമ്മ്യൂണിറ്റി തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും മനസ്സിലാവുന്നുണ്ട്. സാറിന്റെ വീഡിയോസ് ഒക്കെ കണ്ടിന്യൂസ് ഫോളോ ചെയ്യുമ്പോൾ അത്രയും ഒരു എനർജി, അതൊന്നും ഞാൻ ഇത്രയും വെയിറ്റ് ചെയ്ത് ഇരിക്കുന്നത് ഈ സെഷന് വേണ്ടി. നിങ്ങളുടെ ഒരു ഇന്റൻസീവായിട്ടൊരു ഫോക്കസോടെ എന്റെ വൈബിനെയും എന്റെ ക്ലാസ്സിനെയും എല്ലാം എഫക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. എന്തെങ്കിലും വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലല്ലോ? നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നാൽ അതിനനുസരിച്ച് അതും പ്രധാനമാണ്. നിങ്ങളുടെ ക്വസ്റ്റ്യൻസ്, ഇന്ററാക്ഷൻസ് ഒക്കെ പ്രധാനം. താങ്ക് യു. എല്ലാവരും ചോദ്യങ്ങൾ ചോദിച്ച എല്ലാവർക്കും നന്ദി. അതുപോലെ തന്നെ ഈ ഒരു ഈവനിങ് എല്ലാവരും പങ്കെടുത്തതിലും എല്ലാവർക്കും നന്ദി. അതുപോലെ തന്നെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു 2024 ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. താങ്ക് യു. നിർത്താം. എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു. അപ്പൊ എല്ലാവരും അപ്ലൈ ചെയ്യണം കേട്ടോ. ഇനി അടുത്തതിന് വരുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട്, എനിക്ക് ഉറപ്പാണ്, ഞാൻ പറഞ്ഞ ഈ ഒരു പ്രാക്ടീസ് കൃത്യമായിട്ട് ഡെയിലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അനുദിനം മാറും. ഓരോ ഉറപ്പാണ്. കാരണം ഇതിൽ പവർഫുൾ ആയിട്ടുള്ള പ്രാക്ടീസുകൾ, ഏറ്റവും പവർഫുൾ ആയ പ്രാക്ടീസ് ഉണ്ടെന്നാണ്. ഈ നമ്പർ കൃത്യമായിട്ട് ശ്രദ്ധിച്ചോണം. അതിനുവേണ്ടി നിങ്ങൾ ഇതുപോലെ ഒരു കൗണ്ടറോ ഒരു മാലയോ എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങൾ സംഘടിപ്പിക്കുക. അതിനനുസരിച്ച് നിങ്ങൾ കൃത്യമായിട്ട് ഏകാഗ്രതയോട് പ്രാക്ടീസ് ചെയ്യുക. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു സർ. ഹാപ്പി ന്യൂ ഇയർ.